സ്വാഗതം ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്മാർട്ട് വിന്നർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് മറ്റൊരു മോക്ക് ടെസ്റ്റ് ആയിട്ട് എടുക്കാം. 60 ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റാണ്. അപ്പോൾ പൂർണ്ണമായിട്ടും +2 ലെവൽ പ്രാഥമിക പരീക്ഷയുടെ സിലബസ് അനുസരിച്ച് തയ്യാറാക്കിയിട്ടുള്ള മോക്ക് ടെസ്റ്റാണിത്. അപ്പോൾ ആദ്യം ക്വസ്റ്റ്യൻ ഒരു 5 സെക്കൻഡ്സിനുള്ളിൽ ആൻസർ ഉണ്ടാവും. അപ്പോൾ അതിനിടയിൽ നിങ്ങൾ ആൻസർ കണ്ടെത്തുക. അത്രയും സമയം തന്നെ മതി GK ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട്. അപ്പോൾ അതിനുശേഷം നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ചെയ്യാൻ സാധിക്കുന്നവർ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഇന്നത്തെ മോക്ക് ടെസ്റ്റിലേക്ക് ഫ്രണ്ട്സ്, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. രക്തസമ്മർദ്ദം ക്രമീകരിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ്? ഓപ്ഷൻ ബി ആൽബുമിനാണ്. രക്തസമ്മർദ്ദം ക്രമീകരിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ആൽബുമിൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഗുജറാത്തിലെ ധരാസനിയിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് ആര്? ഓപ്ഷൻ എ സരോജിനി നായിഡു ആണ്. ഗുജറാത്തിലെ ധരാസനിയിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് സരോജിനി നായിഡു ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, മൂന്നാം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണം എന്തായിരുന്നു? ഓപ്ഷൻ ഡി ആഭ്യന്തര കലഹമായിരുന്നു. മൂന്നാം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണമായിരുന്നു ആഭ്യന്തര കലഹം. അപ്പോൾ ഏതാണ് ഈ മൂന്നാം ദേശീയ അടിയന്തരാവസ്ഥ? ഇപ്പോൾ ഇന്ത്യയിൽ ഇതുവരെ 3 തവണയാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളത്. 1962, 71, 75. അപ്പോൾ ഈ 1975 പ്രഖ്യാപിച്ച ദേശീയ അടിയന്തരാവസ്ഥയാണ് ആഭ്യന്തര അടിയന്തരാവസ്ഥ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണമായിരുന്നു ആഭ്യന്തര കലഹം. എന്നാൽ 1978 മൊറാർജി ദേശായി ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ 44ാം ഭേദഗതി 1978 പ്രകാരം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണങ്ങളിൽ ഒന്നായ ആഭ്യന്തര കലഹം എടുത്തു കളഞ്ഞു. അതിനു പകരം കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള സായുധ കലാപം എഴുതി ചേർത്തു. അപ്പോൾ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണങ്ങൾ ഏതൊക്കെയാണ്? യുദ്ധം, വിദേശ ആക്രമണം, സായുധ കലാപം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അനുച്ഛേദം 352 പ്രകാരം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിനുള്ള കാരണമല്ലാത്തത് ഏത്? അപ്പോൾ നിങ്ങൾക്കറിയാം ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആഭ്യന്തര കലഹമാണ്. അനുച്ഛേദം 352 പ്രകാരം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിനുള്ള കാരണമല്ലാത്തത് ഇപ്പോൾ ആഭ്യന്തര കലഹമാണ്. അപ്പോൾ അനുച്ഛേദം 352 പ്രകാരമാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ഇനി 4 കൂട്ടുക 356. അപ്പോൾ ആർട്ടിക്കിൾ 356 പ്രകാരമാണ് സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുക. വീണ്ടും 4 കൂട്ടുക ആർട്ടിക്കിൾ 360 കിട്ടും. അനുച്ഛേദം 360 പ്രകാരമാണ് സാമ്പത്തിക അടിയന്തരാവസ്ഥ ഇന്ത്യയിൽ പ്രഖ്യാപിക്കുക. അപ്പോൾ ഇങ്ങനെ 3 അടിയന്തരാവസ്ഥകളാണ് ഇന്ത്യയിൽ പ്രഖ്യാപിക്കാൻ കഴിയുക. 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? ഓപ്ഷൻ സി ശാസ്താംകോട്ട കായലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട കായൽ. സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിൽ. 6ാമത്തെ ക്വസ്റ്റ്യൻ, കേരള PSC ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് ആര്? ഓപ്ഷൻ എ പ്രസിഡൻ്റാണ്. കേരള PSC ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? പ്രസിഡൻറ്റിനാണ്. എന്നാൽ കേരള PSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? കേരള ഗവർണറാണ്. കേരള PSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് കേരള ഗവർണറും. കേരള PSC ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യാൻ അധികാരം രാഷ്ട്രപതിക്കുമാണ്. 7ാമത്തെ ക്വസ്റ്റ്യൻ, ശ്വാസകോശ പട്ടാളം എന്നറിയപ്പെടുന്ന കോശങ്ങൾ ഏത്? ഓപ്ഷൻ സി മാക്രോഫേജുകളാണ്. ശ്വാസകോശ പട്ടാളം എന്നറിയപ്പെടുന്ന കോശങ്ങളാണ് മാക്രോഫേജുകൾ. 8ാമത്തെ ക്വസ്റ്റ്യൻ, ജനകീയ ആസൂത്രണം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതാര്? ഓപ്ഷൻ സി MN റോയ് ആണ്. ജനകീയ ആസൂത്രണം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? MN റോയ്. ഇനി അതുപോലെ പഞ്ചായത്തി രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. പഞ്ചായത്തി രാജ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ജവഹർലാൽ നെഹ്റു. ഗ്രാമസ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് മഹാത്മാഗാന്ധിയുമാണ്. 9ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ദേശി ബോഫോഴ്സ് എന്നറിയപ്പെടുന്ന പീരങ്കി ഏത്? ഓപ്ഷൻ സി ധനുഷ് പീരങ്കിയാണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ദേശി ബോഫോഴ്സ് എന്നറിയപ്പെടുന്ന പീരങ്കിയാണ് ധനുഷ് പീരങ്കി. 10ാമത്തെ ക്വസ്റ്റ്യൻ,
ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ്, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങൾ നിലവിൽ വരാൻ കാരണമായ ഭരണഘടനാ ഭേദഗതി ഏത്? ഓപ്ഷൻ ബി 84-ാം ഭരണഘടനാ ഭേദഗതിയാണ് ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ്, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങൾ നിലവിൽ വരാൻ കാരണമായ ഭരണഘടനാ ഭേദഗതിയാണ് 84-ാം ഭരണഘടനാ ഭേദഗതി 2001. 11ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആദ്യമായി ആധാർ കാർഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഏത്? ഓപ്ഷൻ എ മഹാരാഷ്ട്രയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ആധാർ കാർഡ് നടപ്പിലാക്കിയ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഏത് പഞ്ചവത്സര പദ്ധതിയാണ് മൊറാർജി ദേശായി ഗവൺമെൻറ് ഒരു വർഷം മുൻപേ അവസാനിപ്പിച്ചത്? ഓപ്ഷൻ ഡി 5ാം പഞ്ചവത്സര പദ്ധതിയാണ് മൊറാർജി ദേശായി ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ ഒരു വർഷം മുൻപേ അവസാനിപ്പിച്ചത് 5ാം പഞ്ചവത്സര പദ്ധതി. അപ്പോൾ 1978 5ാം പഞ്ചവത്സര പദ്ധതി അവസാനിപ്പിച്ചിട്ട് അദ്ദേഹം മൊറാർജി ദേശായി കൊണ്ടുവന്ന പദ്ധതിയാണ് റോളിംഗ് പ്ലാൻ. റോളിംഗ് പ്ലാനിൻ്റെ കാലാവധി അല്ലെങ്കിൽ കാലവർഷം ഏതായിരുന്നു? 1978-80 കാലങ്ങളായിരുന്നു റോളിംഗ് പ്ലാനിൻ്റെ കാലം. 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിലെ ആദ്യ മെട്രോ കൊൽക്കത്ത മെട്രോ നിലവിൽ വന്ന വർഷമേത്? ഓപ്ഷൻ ബി 1984-ലാണ് ഇന്ത്യയിലെ ആദ്യ മെട്രോ ആയ കൊൽക്കത്ത മെട്രോ നിലവിൽ വന്ന വർഷമാണ് 1984. 14ാമത്തെ ക്വസ്റ്റ്യൻ, ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ സ്ഥിരം വേദി എവിടെയാണ്? ഓപ്ഷൻ എ ദാവോസിലാണ്. ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ സ്ഥിരം വേദിയാണ് ദാവോസ്. ദാവോസ് എവിടെയാണ്? സ്വിറ്റ്സർലാൻഡിൽ. 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സംയുക്തം ഏതാണ്? ഓപ്ഷൻ ബി കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്. അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സംയുക്തമാണ് കാൽസ്യം ഫോസ്ഫേറ്റ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ, മൃഗങ്ങളുടെ ശരീരത്തിലും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏത്? കാൽസ്യമാണ്. മനുഷ്യ ശരീരത്തിലും മൃഗങ്ങളുടെ ശരീരത്തിലും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹമാണ് കാൽസ്യം. 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. പ്രതിശീർഷ വരുമാനം ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ സി ഗോവയാണ്. പ്രതിശീർഷ വരുമാനം ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഗോവ. അതുപോലെ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ നഗരവാസികളുള്ള സംസ്ഥാനം ഗോവയാണ്. ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ നഗരവാസികളുള്ള സംസ്ഥാനം ഗോവ. 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്ക ഭാഗം ഏത്? ഓപ്ഷൻ ബി തലാമസ് ആണ്. മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് തലാമസ്. 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. പ്രാചീന കാലത്ത് പ്രാഗ് ജ്യോതിഷ്പൂർ എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം ഏത്? ഓപ്ഷൻ ഡി ഗുവാഹത്തിയാണ്. പ്രാചീന കാലത്ത് പ്രാഗ് ജ്യോതിഷ്പൂർ എന്നറിയപ്പെട്ടിരുന്ന സ്ഥലമാണ് ഗുവാഹത്തി. അതുപോലെ വടക്ക് കിഴക്കൻ പ്രദേശത്തെ ഏറ്റവും വലിയ നഗരം ഏതാണ്? ഗുവാഹത്തിയാണ്. വടക്ക് കിഴക്കൻ പ്രദേശത്തെ ഏറ്റവും വലിയ നഗരമാണ് ഗുവാഹത്തി. അതുപോലെ കിഴക്കിൻ്റെ പ്രകാശ നഗരം എന്നറിയപ്പെടുന്ന നഗരം ഏത്? ഗുവാഹത്തിയാണ്. കിഴക്കിൻ്റെ പ്രകാശ നഗരം എന്നറിയപ്പെടുന്ന നഗരമാണ് ഗുവാഹത്തി. 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കേരള സ്പാർട്ടക്കസ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആര്? ഓപ്ഷൻ എ അയ്യങ്കാളിയാണ്. കേരള സ്പാർട്ടക്കസ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ ആരാണ്? അയ്യങ്കാളിയാണ്. ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. അതുപോലെ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ ഹരിജൻ ആരാണ്? അയ്യങ്കാളിയാണ്. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ ഹരിജനാണ് അയ്യങ്കാളി. 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിലെ ഏത് നഗരത്തിൻ്റെ പിൻകോഡാണ് അന്റാർട്ടിക്കയിലെ പോസ്റ്റ് ഓഫീസിൽ ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ ബി പനാജിയുടെ പിൻകോഡാണ് അന്റാർട്ടിക്കയിലെ പോസ്റ്റ് ഓഫീസിൽ ഉപയോഗിക്കുന്നത്. പനാജി നഗരത്തിൻ്റെ പിൻകോഡാണ് 403001 എന്ന പിൻകോഡാണ് അന്റാർട്ടിക്കയിലെ പോസ്റ്റ് ഓഫീസിൽ ഉപയോഗിക്കുന്നത്. കാരണം എന്താ? ഇന്ത്യയിലെ അന്റാർട്ടിക്ക പര്യവേക്ഷണത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഗോവയാണ്. ഇന്ത്യയിലെ അന്റാർട്ടിക്ക പര്യവേക്ഷണത്തിൻ്റെ ആസ്ഥാനം ഗോവ. 21ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്ന് മന്നത്ത് പത്മനാഭനെ വിശേഷിപ്പിച്ചതാര്?
ഓപ്ഷൻ ഡി സർദാർ KM പണിക്കറാണ്. കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്ന് മന്നത്ത് പത്മനാഭനെ വിശേഷിപ്പിച്ചത് ആരാണ്? KM പണിക്കർ. അപ്പോൾ കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ ആരാണ്? മന്നത്ത് പത്മനാഭൻ. 22ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഹരിതഗൃഹ പ്രഭാവം കണ്ടെത്തിയത് ആര്? ഓപ്ഷൻ സി ജോസഫ് ഫോറിയർ ആണ്. ഹരിതഗൃഹ പ്രഭാവം കണ്ടെത്തിയത് ആരാണ്? ജോസഫ് ഫോറിയർ. 23ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 1936 AK ഗോപാലൻ കണ്ണൂരിൽ നിന്നും എങ്ങോട്ടേക്കാണ് പട്ടിണി ജാഥ നയിച്ചത്? ഓപ്ഷൻ സി മദ്രാസിലേക്കാണ്. 1936 AK ഗോപാലൻ പാവങ്ങളുടെ പടത്തലവൻ കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്കാണ് പട്ടിണി ജാഥ നയിച്ചത്. 24ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സുനാമി എന്ന വാക്ക് ഏതു ഭാഷയിൽ നിന്നുള്ളതാണ്? ഓപ്ഷൻ ഡി ജാപ്പനീസ് ഭാഷയിൽ നിന്നുള്ള വാക്കാണ്. സുനാമി എന്ന വാക്ക് ജാപ്പനീസ് ഭാഷയിൽ ഉള്ളതാണ്. അതുപോലെ സുനാമി എന്ന വാക്കിന് അർത്ഥമെന്ത്? വിനാശകാരികളായ തുറമുഖ തിരമാലകൾ എന്നതാണ്. സുനാമി എന്ന വാക്കിന് അർത്ഥം എന്താണ്? വിനാശകാരികളായ തുറമുഖ തിരമാലകൾ. 25ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കേരള കായിക ദിനം എന്നാണ്? ഓപ്ഷൻ ബി ഒക്ടോബർ 13 കേരള കായിക ദിനം എന്നാണ്. ഒക്ടോബർ 13. അപ്പോൾ കേരള കായിക ദിനം കായിക കേരളത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന കേണൽ GV രാജയുടെ ജന്മദിനമായ ഒക്ടോബർ 13 ആഘോഷിക്കുന്നത്. അപ്പോൾ കായിക കേരളത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? കേണൽ GV രാജയാണ്. 26ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. മരണത്തിൻ്റെ മരുഭൂമി, മടങ്ങി വരാനാകാത്തിടം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന മരുഭൂമി ഏത്? ഓപ്ഷൻ എ തക്ലാമക്കാൻ മരുഭൂമിയാണ്. മരണത്തിൻ്റെ മരുഭൂമി, മടങ്ങി വരാനാകാത്തിടം, പ്ലേസ് ഓഫ് നോ റിട്ടേൺ എന്നിങ്ങനെ അറിയപ്പെടുന്നത് തക്ലാമക്കാൻ മരുഭൂമിയാണ്. തക്ലാമക്കാൻ എവിടെ സ്ഥിതി ചെയ്യുന്നു? ചൈനയിൽ. 27ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഏത് റിസർവ് വനത്തിൻ്റെ ഭാഗമാണ് ചെന്തരുണി വന്യജീവി സങ്കേതം? ഓപ്ഷൻ സി കുളത്തൂപ്പുഴ റിസർവ് വനത്തിൻ്റെ ഭാഗമാണ് ചെന്തരുണി വന്യജീവി സങ്കേതം. കുളത്തൂപ്പുഴ റിസർവ് വനത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ചെന്തരുണി വന്യജീവി സങ്കേതമാണ് കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതം. ചെന്തരുണി വന്യജീവി സങ്കേതം. ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ചെന്തരുണി വന്യജീവി സങ്കേതം. 28ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദക്ഷിണാർദ്ധഗോളത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏത്? ഓപ്ഷൻ സി അക്വാൻ കാഗ്വോ ആണ്. ദക്ഷിണാർദ്ധഗോളത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് അക്വാൻ കാഗ്വോ. തെക്കേ അമേരിക്കയിലാണ് അക്വാൻ കാഗ്വോ സ്ഥിതി ചെയ്യുന്നത്, തെക്കേ അമേരിക്കയിൽ. ഇനി നമുക്കറിയാം ഉത്തരാർദ്ധഗോളത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാണ്? മൗണ്ട് എവറസ്റ്റ് ആണ്. ഉത്തരാർദ്ധഗോളത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് എവറസ്റ്റ്. 29ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കേരളത്തിൽ നിന്നും ലോക്സഭയിലെത്തിയ ആദ്യ വനിത ആര്? ഓപ്ഷൻ ഡി ആനിമസ്ക്രീൻ ആണ്. കേരളത്തിൽ നിന്നും ലോക്സഭയിലെത്തിയ ആദ്യ വനിതയാണ് ആനിമസ്ക്രീൻ. 30ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വാർത്താവിനിമയ കൃത്രിമോപഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ മണ്ഡലം ഏത്? ഓപ്ഷൻ ബി അയണോസ്ഫിയറിലാണ്. വാർത്താവിനിമയ കൃത്രിമ ഉപഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ മണ്ഡലമാണ് അയണോസ്ഫിയർ. അതുപോലെ റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്ന അന്തരീക്ഷ പാളി ഏതാണ്? അയണോസ്ഫിയർ തന്നെയാണ്. റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്ന അന്തരീക്ഷ പാളി അയണോസ്ഫിയർ. 31ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കണമെന്ന് അനുശാസിക്കുന്ന അനുച്ഛേദം ഏത്? ഓപ്ഷൻ ഡി 44ാം അനുച്ഛേദമാണ്. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കണമെന്ന് അനുശാസിക്കുന്ന അനുച്ഛേദമാണ് 44ാം അനുച്ഛേദം. ഇന്ത്യയിൽ ഏകീകൃത സിവിൽ കോഡ് നിലവിലുള്ള ഏക സംസ്ഥാനം ഏതാണ്? ഗോവയാണ്. ഇന്ത്യയിൽ ഏകീകൃത സിവിൽ കോഡ് നിലവിലുള്ള ഏക സംസ്ഥാനം ഗോവ. 32ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. നമ്മുടെ അന്തരീക്ഷ വായുവിലെ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് എത്ര? ഓപ്ഷൻ ഡി 0.04% മാത്രമാണ്. നമ്മുടെ അന്തരീക്ഷ വായുവിലെ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് എത്രയാണ്? 0.04%. അപ്പോൾ നമ്മുടെ അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള ഘടകം, ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ്? നൈട്രജനാണ്. നമ്മുടെ അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ളത് നൈട്രജനാണ്. 78% നമ്മുടെ അന്തരീക്ഷ വായുവിൽ നൈട്രജൻ. ഇനി രണ്ടാമതുള്ളത് ഓക്സിജനാണ്. ഓക്സിജൻ ഏകദേശം 21%, 20.95% ഓക്സിജനാണ്.
മൂന്നാമത് നിൽക്കുന്നതാണ് ആർഗൺ വാതകം 0.93% അല്ലെങ്കിൽ സിംപിളി 1% താഴെ എന്ന് നമുക്ക് വിചാരിക്കാം. ആർഗൺ 0.93%. നാലാമത് നിൽക്കുന്ന വാതകമാണ് കാർബൺ ഡയോക്സൈഡ് 0.04% മാത്രമുള്ളൂ. 33ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ISRO ചെയർമാനായ ആദ്യ മലയാളി ആര്? ഓപ്ഷൻ സി MGK മേനോനാണ്. ISRO ചെയർമാനായ ആദ്യ മലയാളി ആരാണ്? MGK മേനോൻ. 34ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ ജനീവ ആസ്ഥാനമായുള്ളതല്ലാത്ത സംഘടന ഏത്? ഓപ്ഷൻ സി യുനെസ്കോയാണ്. താഴെ പറയുന്നവയിൽ ജനീവ ആസ്ഥാനമായുള്ളതല്ലാത്ത സംഘടന ഏതാണ്? യുനെസ്കോ. ഇനി യുനെസ്കോയുടെ ആസ്ഥാനം എവിടെയാണ്? പാരീസാണ്. യുനെസ്കോയുടെ ആസ്ഥാനം പാരീസാണ്. ബാക്കി ഇവിടെ പറയുന്ന ലോക വ്യാപാര സംഘടന, ലോകാരോഗ്യ സംഘടന, അന്താരാഷ്ട്ര തൊഴിൽ സംഘടന ഇവയുടെ എല്ലാം ആസ്ഥാനം ജനീവ. 35ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നേതൃത്വത്തിൽ ബർദോളി സമരം നടന്ന വർഷമേത്? ഓപ്ഷൻ എ 1928 സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നേതൃത്വത്തിൽ ബർദോളി സമരം നടന്ന വർഷമാണ് 1928. 36ാമത്തെ ക്വസ്റ്റ്യൻ. പീറ്റർ ബെനൻസൺ സ്ഥാപിച്ച അന്താരാഷ്ട്ര സംഘടന താഴെ പറയുന്നവയിൽ ഏത്? ഓപ്ഷൻ എ ആംനസ്റ്റി ഇൻ്റർനാഷണൽ ആണ്. പീറ്റർ ബെനൻസൺ സ്ഥാപിച്ച അന്താരാഷ്ട്ര സംഘടന ആംനസ്റ്റി ഇൻ്റർനാഷണൽ. ഇനി അതുപോലെ ഈ ആംനസ്റ്റി എന്ന വാക്കിന് അർത്ഥം എന്ത്? പൊതുമാപ്പ് എന്നതാണ്. ആംനസ്റ്റി എന്ന വാക്കിന് അർത്ഥം എന്താണ്? പൊതുമാപ്പ്. 37ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സർക്കാർ സ്കൂളുകളുള്ള ജില്ല ഏത്? ഓപ്ഷൻ ഡി മലപ്പുറം ജില്ലയിലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സർക്കാർ സ്കൂളുകളുള്ള ജില്ലയാണ് മലപ്പുറം ജില്ല. 38ാമത്തെ ക്വസ്റ്റ്യൻ. വൈക്കം സത്യാഗ്രഹം അവസാനിച്ച സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? ഓപ്ഷൻ ഡി റാണി സേതുലക്ഷ്മി ഭായി ആണ്. വൈക്കം സത്യാഗ്രഹം അവസാനിച്ച സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരി റാണി സേതുലക്ഷ്മി ഭായി. ഇനി അതുപോലെ വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചപ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആയിരുന്നു ശ്രീ മൂലം തിരുനാൾ. 39ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 1932 കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആര്? ഓപ്ഷൻ സി റാംസെ മക്ഡൊണാൾഡ് ആണ്. 1932 കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് റംസെ മക്ഡൊണാൾഡ്. 40ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ പഴയ പേര് എന്ത്? ഓപ്ഷൻ ബി തൃപ്പാപ്പൂർ സ്വരൂപം എന്നതാണ്. തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ പഴയ പേരാണ് തൃപ്പാപ്പൂർ സ്വരൂപം. അതുപോലെ പെരുമ്പടപ്പ് സ്വരൂപമാണ് കൊച്ചി രാജവംശം. പെരുമ്പടപ്പ് സ്വരൂപം കൊച്ചി രാജവംശം. നെടിയിരുപ്പ് സ്വരൂപമാണ് കോഴിക്കോട് രാജവംശം. അതുപോലെ ഇളയെടുത്ത് സ്വരൂപമാണ് കൊട്ടാരക്കര രാജവംശം. 41ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. മലബാർ കലാപം പശ്ചാത്തലമാക്കി കുമാരനാശൻ എഴുതിയ കവിത ഏത്? ഓപ്ഷൻ എ ദുരവസ്ഥയാണ്. മലബാർ കലാപം പശ്ചാത്തലമാക്കി കുമാരനാശൻ എഴുതിയ കവിതയാണ് ദുരവസ്ഥ. 42ാമത്തെ ക്വസ്റ്റ്യൻ. വാസ്കോഡ ഗാമ മൂന്നാമതും അവസാനവുമായി ഇന്ത്യയിൽ വന്ന വർഷമേത്? ഓപ്ഷൻ സി 1524 വാസ്കോഡ ഗാമ മൂന്നാമതും അവസാനവുമായിട്ട് ഇന്ത്യയിൽ വന്ന വർഷമാണ് 1524. 43ാമത്തെ ക്വസ്റ്റ്യൻ. പെരിയാർ ലീസ് എഗ്രിമെൻ്റ് ഒപ്പുവെച്ച വർഷമേത്? ഓപ്ഷൻ എ 1886 മുല്ലപ്പെരിയാർ പാട്ടക്കരാറായ പെരിയാർ ലീസ് എഗ്രിമെൻ്റ് ഒപ്പുവെച്ച വർഷമാണ് 1886. 44ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. പോളോ കളിക്കിടയിൽ കുതിരപ്പുറത്തു നിന്നും വീണുമരിച്ച ഡൽഹി സുൽത്താൻ ആരായിരുന്നു? ഓപ്ഷൻ എ കുത്തബ്ദിൻ ഐബക്ക് ആയിരുന്നു. പോളോ കളിക്കിടയിൽ കുതിരപ്പുറത്തു നിന്ന് വീണുമരിച്ച ഡൽഹി സുൽത്താനാണ് കുത്തബ്ദിൻ ഐബക്ക്. 45ാമത്തെ ക്വസ്റ്റ്യൻ. വിമോചന സമരത്തിന് ആരുടെ പ്രസംഗത്തിൽ നിന്നാണ് ആ പേര് ലഭിച്ചത്? ഓപ്ഷൻ സി പനമ്പിള്ളി ഗോവിന്ദമേനോൻ്റെ പ്രസംഗത്തിൽ നിന്നുമാണ് വിമോചന സമരത്തിന് ആ പേര് സിദ്ധിച്ചത്. പനമ്പിള്ളി ഗോവിന്ദമേനോൻ്റെ പ്രസംഗത്തിൽ നിന്നുമാണ്. 46ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിൽ മുസ്ലിം ഭരണത്തിന് അടിത്തറ പാകിയ ഭരണാധികാരി ആര്? ഓപ്ഷൻ ഡി
മുഹമ്മദ് ഘോറിയാണ്. ഇന്ത്യയിൽ മുസ്ലിം ഭരണത്തിന് അടിത്തറ പാകിയ ഭരണാധികാരി ആരാണ്? മുഹമ്മദ് ഘോറി. 47ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയുടെ വടക്കേ അറ്റമായ ഇന്ദിര കോൾ സ്ഥിതി ചെയ്യുന്ന മലനിര ഏതാണ്? ഓപ്ഷൻ ഡി, കാരക്കോറം പർവ്വതനിരകളിലാണ് ഇന്ത്യയുടെ വടക്കേ അറ്റമായ ഇന്ദിര കോൾ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് കാരക്കോറം പർവ്വതനിര. 48ാമത്തെ ക്വസ്റ്റ്യൻ. 1975 അടിയന്തരാവസ്ഥ കാലത്തെ കേരള ഗവർണർ ആരായിരുന്നു? ഓപ്ഷൻ ബി, NN വാഞ്ചു ആയിരുന്നു. 1975 അടിയന്തരാവസ്ഥ കാലത്തെ അടിയന്തരാവസ്ഥ കാലത്തെ കേരള ഗവർണറായിരുന്നു NN വാഞ്ചു. ഇനി 1975 അടിയന്തരാവസ്ഥ കാലത്തെ കേരള മുഖ്യമന്ത്രി ആരായിരുന്നു? C. അച്യുതമേനോനായിരുന്നു. 1975 അടിയന്തരാവസ്ഥ കാലത്തെ കേരള മുഖ്യമന്ത്രിയായിരുന്നു C. അച്യുതമേനോൻ. ഇനി അതുപോലെ 1975 അടിയന്തരാവസ്ഥ കാലത്തെ കേരള ആഭ്യന്തരമന്ത്രിയായിരുന്നു K. കരുണാകരൻ. 49ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കാക്കറപ്പാറ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏത്? ഓപ്ഷൻ സി, താപ്തി നദിയിലാണ്. കാക്കറപ്പാറ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദിയാണ് താപ്തി നദി. അതുപോലെ കാക്കറപ്പാറ ജലവൈദ്യുത പദ്ധതി ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്തിലാണ്. 50ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 1ാം കേരള നിയമസഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വ്യക്തി ആര്? ഓപ്ഷൻ സി, M. ഉമേഷ് റാവു ആണ്. 1ാം കേരള നിയമസഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വ്യക്തിയാണ് M. ഉമേഷ് റാവു. 51ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്ന നദി ഏത്? ഓപ്ഷൻ ബി, കുറ്റ്യാടിപ്പുഴയാണ്. കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്ന നദിയാണ് കുറ്റ്യാടിപ്പുഴ. 52ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 1857 വിപ്ലവത്തിൻ്റെ ഫലമായി 1858 ഇന്ത്യയുടെ ഭരണാധികാരിയായ ബ്രിട്ടീഷ് രാജ്ഞി ആരായിരുന്നു? ഓപ്ഷൻ ബി, വിക്ടോറിയ രാജ്ഞിയായിരുന്നു. 1857 വിപ്ലവത്തിൻ്റെ ഫലമായി 1858 ഇന്ത്യയുടെ ഭരണാധികാരിയായി തീർന്ന ബ്രിട്ടീഷ് രാജ്ഞിയാണ് വിക്ടോറിയ രാജ്ഞി. 53ാമത്തെ ക്വസ്റ്റ്യൻ. ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏത്? ഓപ്ഷൻ ഡി, ബേക്കലൈറ്റ് ആണ്. ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ആണ് ബേക്കലൈറ്റ്. 54ാമത്തെ ക്വസ്റ്റ്യൻ. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ച വർഷമേത്? ഓപ്ഷൻ എ, 1920 ഗാന്ധിജി ആദ്യമായിട്ട് കേരളം സന്ദർശിച്ച വർഷമാണ് 1920. അപ്പോൾ ഗാന്ധിജി ആകെ 5 പ്രാവശ്യം കേരളം സന്ദർശിച്ചു. 1920, 25, 27, 34, 37 എന്നീ വർഷങ്ങളിലാണ് ഗാന്ധിജി കേരളം സന്ദർശിച്ചത്. ആകെ 5 പ്രാവശ്യം. 55ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലമായ കിള്ളിക്കുറിശിമംഗലം സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏത്? ഓപ്ഷൻ എ, ഭാരതപ്പുഴയുടെ തീരത്താണ് കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലമായ കിള്ളിക്കുറിശിമംഗലം സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴയുടെ തീരത്ത്. 56ാമത്തെ ക്വസ്റ്റ്യൻ. O രക്തഗ്രൂപ്പ് ഉള്ളവരുടെ രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റിബോഡി ഏത്? ഓപ്ഷൻ ഡി, ആൻറ്റിബോഡി എയും ബിയുമാണ്. O രക്തഗ്രൂപ്പ് ഉള്ളവരുടെ രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റിബോഡികളാണ് ആൻറ്റിബോഡി എയും ബിയുമുണ്ട്. അപ്പോൾ O രക്തഗ്രൂപ്പ് എന്നാൽ 0 രക്തഗ്രൂപ്പ് എന്ന് വിചാരിക്കുക. അപ്പോൾ രക്തഗ്രൂപ്പിൻ്റെ പേര് നൽകുന്നത് അവയിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റിജനെ അടിസ്ഥാനമാക്കിയാണ്. അപ്പോൾ അതായത് 0 രക്തഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ 0 ആൻറ്റിജൻ എന്നർത്ഥം. O രക്തഗ്രൂപ്പിൽ ഒരു ആൻറ്റിജനും അടങ്ങിയിട്ടില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആൻറ്റിബോഡി 2 എണ്ണവും അടങ്ങിയിട്ടുണ്ടാവും. ആൻറ്റിബോഡി എയും ബിയും O രക്തഗ്രൂപ്പിൽ ഉണ്ട്. 57ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. മൂത്രത്തിൽ പ്ലാസ്മ പ്രോട്ടീനുകൾ കാണപ്പെടുന്ന രോഗാവസ്ഥയാണ് ഡാഷ്. ഓപ്ഷൻ സി, പ്രോട്ടീനൂറിയ എന്നതാണ് ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ മൂത്രത്തിൽ പ്ലാസ്മ പ്രോട്ടീനുകൾ കാണപ്പെടുന്ന രോഗാവസ്ഥയാണ് പ്രോട്ടീനൂറിയ. 58ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇക്കോളജി എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചതാര്? ഓപ്ഷൻ ബി, ഏണസ്റ്റ് ഹെയ്ക്കലാണ്. ഇക്കോളജി എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? ഏണസ്റ്റ് ഹെയ്ക്കൽ. 59ാമത്തെ ക്വസ്റ്റ്യൻ. പേശികളെക്കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ എ, മയോളജി എന്നതാണ്. പേശികളെക്കുറിച്ചുള്ള പഠനമാണ് മയോളജി. അഡിനോളജി ഗ്രന്ഥികളെക്കുറിച്ചുള്ള പഠനമാണ്. അഡിനോളജി ഗ്രന്ഥികളെക്കുറിച്ചുള്ള പഠനമാണ്.
ഇനി അതുപോലെ ഓഡന്റോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? പല്ലുകളെക്കുറിച്ചുള്ള പഠനമാണ് ഓഡന്റോളജി. അതുപോലെ അസ്ഥികളെക്കുറിച്ചുള്ള പഠനമാണ് ഓസ്റ്റിയോളജി. അസ്ഥികളെക്കുറിച്ചുള്ള പഠനമാണ് ഓസ്റ്റിയോളജി. 60ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഊഷ്മാവ് വർദ്ധിക്കുമ്പോൾ പദാർത്ഥങ്ങളിലെ കണികകൾ തമ്മിലുള്ള ആകർഷണ ബലത്തിന് എന്ത് സംഭവിക്കുന്നു? ഓപ്ഷൻ ബി, ആകർഷണ ബലം കുറയുന്നു. അപ്പോൾ ഊഷ്മാവ് വർദ്ധിക്കുമ്പോൾ പദാർത്ഥങ്ങളിലെ കണികകൾ തമ്മിലുള്ള ആകർഷണ ബലം കുറയുന്നു. ഓക്കെ ഫ്രണ്ട്സ്.